ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് നേരെ അങ്ങ് പോകാം. അപ്പോൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ആ ഒരു ഫോൺ വിളിയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഇതുവരെ കണ്ടില്ല. വർഷയും നമ്മുടെ ശ്രീകാന്തും ഇതുവരെ കണ്ടില്ല. അവർ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ വർഷ വീഴും കേട്ടോ. ശ്രീകാന്തിനെ കാണാൻ പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണ്. അപ്പം ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജോലി പോയ കാര്യവും മറ്റും പറയാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പേടിച്ചു വിറച്ചാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻസ് എന്നൊന്നും അറിയാൻ പറ്റില്ല. കാരണം ശ്രുതിയുടെ റെക്കമെൻഡ് പ്രകാരമാണ് അങ്ങനെ ഒരു ജോബ് നമ്മുടെ ശ്രുതിക്ക് കിട്ടിയത്. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ഇതെന്തു പറ്റി, ഇന്ന് ഓഫീസിൽ പോകാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്നൊക്കെ ചോദിച്ച് അകത്തേക്ക് കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് വേറൊന്നുമല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? അല്ല വിവാഹത്തിൻ്റെ വല്ലതും? അതൊന്നുമല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ കൂടിയ പ്രശ്നമോ? എന്താ ആ ശ്രുതി പറ്റിയത്? എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അതെ, ഞാൻ ഓഫീസിൽ പോകാത്തത് വേറെ ഒന്നുകൊണ്ടുമല്ല, എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിയിട്ട് ചോദിച്ചു, ഇതെന്താ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നിൻ്റെ ജോലി പോകാനോ? എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? അത് പിന്നെ ഞാൻ എന്താ നിന്നോട് പറയുക? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ജോലി ഒപ്പിച്ച് തന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത്. എന്നെയും കൊണ്ടേ അത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, എന്താ ഉണ്ടായത് ശ്രുതി? അവിടെ എന്ത് സംഭവം ഉണ്ടായത്? അത് നീ പറ. അത് പിന്നെ അവിടെ ഉണ്ടായ കാര്യം വേറെ ഒന്നുമല്ല. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചതും. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ അവിടെ ഉള്ളൊരു സ്റ്റാഫിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഞാൻ പുതിയ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും അതുകൊണ്ട് എന്നെ അവിടുന്ന് ഡിസ്മിസ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ വേറൊരു കാരണവും കൂടെയുണ്ട്. ഈ പറയുന്ന ഞാൻ വഴക്കുണ്ടാക്കിയ ആ ഒരു സ്റ്റാഫ് അവിടുത്തെ MDയുടെ ആളായിരുന്നു, ഭർത്താവായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒന്ന് പേടിച്ചു കേട്ടോ. ശ്രുതി പറഞ്ഞു, ജോലി പോയല്ലേ, എന്താ നീ കഷ്ടപ്പെട്ട കണ്ടുപിടിച്ച് തന്ന ജോലിയാണെന്ന് എനിക്കറിയാം, നിനക്ക് സങ്കടം ഉണ്ടെന്നും എനിക്കറിയാം. സോറി, എന്നോട് ക്ഷമിക്ക്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്നൊന്നും. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഇത് തന്നെയാണ് പറ്റുന്നത്. സോറി ശ്രുതി, വേറൊന്നും തോന്നരുത് ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചിരുന്ന നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറയുന്നത് വേറൊന്നുമല്ല, ഒരൊറ്റ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇത്ര മാത്രം പേടിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല ജോലി പോയതിൽ അപ്പം നിനക്ക് വിഷമമൊന്നുമില്ല? ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ജോലി കിട്ടില്ലേ ശ്രുതി അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അങ്ങ് വിടാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ജീവനും ജീവിതവും ഒക്കെ നേരെയായത്. അതുവരെ പേടിച്ചു വിറച്ചാട്ടോ വന്നത്. അപ്പോൾ ഏതായാലും ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ ജോലി അല്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലി കിട്ടുമല്ലോ, അത് ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ട. നിനക്ക് ജോലി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ വിവാഹമൊന്നും മുടങ്ങാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ടല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടതൊക്കെ അത് ശ്രുതി നിൻ്റെ അമ്മയുടെ ആ ഒരു ഇതും കൊണ്ടാണ്. അതുകൊണ്ട് നിൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. അതുപോലെ തന്നെ നിന്നോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ജോലി അത് നമുക്ക് ഒന്ന് പോയാൽ വേറെ ഒന്ന് കിട്ടും, അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യുക, വിഷമിക്കാതിരിക്കുക. നീ ബ്യൂട്ടി പാർലറിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങ്. ഏതായാലും നമുക്ക് വേറൊരു ജോലി ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവിടുന്ന് സന്തോഷത്തോടു കൂടി നമ്മുടെ ശ്രുതി മടങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം ശ്രുതി പേടിച്ച് വിറച്ചാണ് വന്നത്. നമ്മുടെ ശ്രുതിയുടെ ആ വാക്കുകൾ ഒരുപാട് ആശ്വാസമായി. അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാർ ചോദിച്ചു, ഇത് എന്ത് പറ്റി, നീ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിപ്പോൾ 2-3 ജോലി ആയില്ല ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ജോലി ഇല്ലാതെ ജീവിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാകും? പോകുന്ന സ്ഥലത്തല്ലേ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്താ ഒന്നും പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, ഇപ്പം ഞാൻ അവൻ്റെ പേരിലൊരു കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ശ്രുതിയുടെ മേലിലൊരു കുറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ കുറവുകളെല്ലാം എനിക്കറിയാം. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ഞാൻ ആ വിവാഹത്തിലേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ അവൻ്റെ തെറ്റിനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തെറ്റിനെയും ക്ഷമിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു, അമ്പടി കള്ളി കൊള്ളാലോ, അപ്പം നിൻ്റെ ബുദ്ധി ഇതായിരുന്നു അല്ലേ എന്ന് പറയുമ്പം, ഒന്ന് കാണാതെ ഒരിക്കലും ഈ ശ്രുതി ഒന്നിനും ഇറങ്ങി തിരിക്കില്ലെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഒരു സീൻ കാണിക്കുകയാണ്. അപ്പോൾ ഈ സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ
രേവതിനെയും സച്ചിനെയും കൂട്ടി നമ്മുടെ പാറു അമ്മയും അതുപോലെ തന്നെ നമ്മുടെ കലാവതി അച്ചമ്മയും കൂടി നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വേറെ എങ്ങാണ്ടൊക്കെ ആട്ടോ നടക്കുന്നത്, രേവതിയുടെ കൂടെ ഒന്നും അല്ല നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഉടനെ തന്നെ അമ്പലത്തിൽ ഇങ്ങനെ പൂ കെട്ടുന്ന ഒരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ പൂ കെട്ടുന്ന ചേച്ചീനെ കണ്ടപ്പോഴത്തേക്ക് രേവതിയുടെ ഒരു തൊഴിലാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നും. അപ്പോൾ അതുപോലെ പെട്ടെന്ന് രേവതി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, ആ ചേച്ചി കൊള്ളാലോ, ഇതൊക്കെ എവിടെന്നാ ഈ പൂവൊക്കെ നിങ്ങൾ വരുത്തുന്നത്, ഇവിടുത്തെ പൂവിനൊക്കെ എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ച് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ വാദോരാതെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് ആ ചേച്ചിക്ക് പറയാനൊട്ട് സമയവും കൊടുക്കുന്നില്ല, നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തൊട്ടടുത്ത അച്ഛമ്മയും പാറുവമ്മയും നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കടക്കാർ ചോദിച്ചു, അല്ല ഇതാരാ കലാവതി മമ്മി, ഇതാരാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഇതെൻ്റെ സച്ചിനെ അറിയില്ലേ, സച്ചിയുടെ ഭാര്യയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിയുടെ ഭാര്യയോ? ആ അതെ, ഇവക്കും ഒരു ചെറിയ പൂക്കടയൊക്കെ ഉണ്ട്, ഇവരുടെ നാട്ടിലെ വലിയൊരു പൂക്കട ബിസിനസ്സുകാരിയായി ഈ നിൽക്കുന്ന ഇവളെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ മോളെ, ഏതായാലും മോളൊന്ന് പറയണ്ടായിരുന്നോ, തുടങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞു വെക്കണ്ടേ, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, അതുകൊണ്ടാട്ടോ മോളെ അങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞ് അങ്ങനത്തെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ അമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് പോകുന്നു. അമ്പലത്തിനകത്ത് പോയി കഴിയുമ്പോഴേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ മണി അടിക്കുന്ന, അതായത് അമ്പലത്തിൽ ഈ മണി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട്, രേവതിക്കാണെങ്കിൽ മണി അടിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം, പക്ഷെ ആ ഒരു മണിയിൽ എത്തുന്നില്ല. ആ ഒരു മണി ഇങ്ങനെ പിടിച്ചടിക്കണമെങ്കിൽ എത്തണമല്ലോ, അപ്പോൾ ഇത് എത്തത്തില്ല. അപ്പോൾ ഇങ്ങനെ വിഷമത്തോട് കൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോള് വിഷമിക്കുമൊന്നും വേണ്ട, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പാറുക്കുട്ടിയമ്മയും പറഞ്ഞു എങ്കിൽ പിന്നെ സച്ചിമോനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കലാവതി അമ്മ നമ്മുടെ അച്ചമ്മ സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, അതേ കണ്ടില്ലേ അവളുടെ ഒരു ആഗ്രഹമല്ലേ, ഇങ്ങനെ മണി അടിച്ചു കഴിഞ്ഞാലേ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകും, ഇവിടെ ഒരു നേർച്ചയുണ്ട്, ഭർത്താക്കന്മാരിങ്ങനെ എടുത്ത് പൊക്കി മണി എടുപ്പിക്കണമെന്ന്, അത് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന് നല്ലതാണെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, വേണമെങ്കിൽ ഒരു ചെയർ എടുത്തിട്ട് കൊടുക്കാം, അങ്ങനെ അടിച്ചോട്ടെ, അല്ലാതെ എന്നെക്കൊണ്ടൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു ശാന്തിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്താ അമ്മൂമ്മ ഈ പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു നേർച്ചയൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, അല്ല ഇപ്പം ശാന്തിയോട് ഞാൻ വല്ലതും ചോദിച്ചോ, ഇല്ലല്ലോ, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഓരോരുത്തർ കയറി വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കലാവതി ദേഷ്യപ്പെട്ടു. ശാന്തി ഇതൊക്കെ എന്തൊരു ആചാരമോ, ഇതുവരെ ഞാൻ അറിയത്തില്ലാത്ത ആചാരമോ എന്നൊക്കെ പറഞ്ഞ് ശാന്തി അങ്ങ് പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പാറക്കുട്ടി അമ്മയും അച്ചമ്മയും കൂടെ ഒരു ഇത് വെക്കുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും മണി അടുപ്പിക്കണം, നമ്മുടെ രേവതീനെ മണി അടുപ്പിക്കാൻ സച്ചി എടുത്തൊന്ന് ഉയർത്തണം, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പം നമ്മുടെ അച്ചമ്മ ഒരു ഇത് വെക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ പറയണം സച്ചിക്ക് അവളെ എടുത്തു പോക്കാൻ പറ്റില്ല, അതിനുള്ള ആരോഗ്യമൊന്നും സച്ചിക്ക് ഇല്ലെന്ന് പറയണം. അങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും സച്ചി അവളെ എടുത്തു പൊക്കും. എങ്ങനെയുണ്ട് ഐഡിയ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ പാറക്കുട്ടിയും പറഞ്ഞു, ആ ശരിയാണല്ലോ, ആ ഐഡിയ കൊള്ളാം, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാമെന്ന് പറഞ്ഞ് പാറുക്കുട്ടി അമ്മ പറയുകയാണ്, അവളെ എടുത്തു പോക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് സച്ചി മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിലും അവന് വല്ല ആരോഗ്യം ഉണ്ടോ എന്ന് പറഞ്ഞപ്പം, എന്താ നീ പറയുന്നത്, നീ എന്താടി സംസാരിക്കുന്നത്, എൻ്റെ കൊച്ചുമോൻ ആരോഗ്യമില്ലെന്നോ, അവന് നല്ല ആരോഗ്യമുണ്ട്, അവനെ അങ്ങനെയാണ് ഞാൻ വളർത്തിയത്, രേവതീനെ അല്ല, അവനെ വേറെ എന്താ നീ പറയേ, ഞാൻ പറയാം, എടുത്തു പൊക്കി കാണിക്കും അവന്, എന്നിട്ടാണോ രേവതി ഒരു ചെറിയ പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കം വന്നു. അപ്പോഴേക്കും സച്ചി വന്നിട്ട്, എന്താ പറ്റിയത്, നിങ്ങളെന്താ ഇവിടെ തർക്കിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതേ മോനെ പറയുന്നത് കേട്ടോ, ഇവള് പറയാണ് മോന് അവളെ എടുത്തു പോക്കാത്തത് മോന് അതിനുള്ള കെൽപ്പില്ലാഞ്ഞിട്ടാ, മോന് ആരോഗ്യമില്ലെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ സച്ചി മോൻ അങ്ങനെയൊന്നുമല്ല, നല്ല ആരോഗ്യമുണ്ടെന്ന്, ഇവളെ അത് വിശ്വസിക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും, എനിക്ക് ആരോഗ്യമില്ലെന്ന്, അതോ ആ പീറ പെണ്ണിനെ രേവതീനെ എടുത്തു പോക്കാൻ, അത്രയ്ക്കായോ, എങ്കിൽ പിന്നെ ഒന്ന് എടുത്തു പൊക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതീനെ അങ്ങോട്ട് എടുത്തു പൊക്കി മണി എടുപ്പിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും രേവതിക്കും വലിയ സന്തോഷമാകിയാണ്. മണിയൊക്കെ അടുപ്പിക്കാൻ നേരത്തെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും മണി അടിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് ഇടുകയാണ് നമ്മുടെ രേവതീനെ. എന്നിട്ട് സച്ചിയുടെ പാട്ടിനങ്ങ് പോയി. ഏതായാലും അത്രയും വരെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ദോശയും ഷവർമ്മയൊക്കെ ചേർത്ത് ഒരു ഐറ്റംസ് അവിടെ ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രീകാന്ത്. അതേതായാലും നമ്മുടെ വർഷയുടെ അടുത്ത് എത്തുകയും വർഷ അത് കഴിക്കുകയും ചെയ്തു. അതങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങ് വർഷയാണെങ്കിൽ ഈ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇതെന്തൊരു ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ്, ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനത്തത്, ഏതായാലും കൊള്ളാം, അയാളെ വിളിച്ചിട്ടൊരു താങ്ക്സ് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല, അല്ല നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. എങ്കിൽ പിന്നെ ആ ചേട്ടൻ്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. അതിന് ആ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് ആ ചേട്ടനെ കൊണ്ട് ഒരു എന്താ പറയുക, ഒത്തിരി നന്ദിയുണ്ട്, നല്ല ഫുഡ് ഉണ്ടാക്കി തന്നതിന് ആ ചേട്ടനെ കൊണ്ടൊരു നന്ദി പറയിപ്പിക്കുകയാണ്. അതായത് അപ്പോൾ ഇപ്പം എന്താ പറയുക, അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു റിയാലിറ്റി തോന്നാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ വർഷ അങ്ങനെ ചെയ്യുന്നത്. വർഷ നേരിട്ട് പറയാതെ വർഷയാണ് എന്ന് സങ്കല്പിച്ച ഒരു ചേട്ടൻ, അതായത് അവിടെയുള്ള സ്റ്റാഫുകളെ വർഷയാണെന്ന് സങ്കല്പിച്ച് താൻ മുമ്പിൽ വന്ന് നിന്ന് പറയുന്ന പോലെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഫോൺ കോൾ അങ്ങനെ അയാളുടെ കയ്യിൽ കൊടുത്തതും നേരെ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾ അങ്ങനെ പറയുകയും ചെയ്തു. അതായത് നമ്മുടെ വർഷ പറയുന്ന പോലെ തന്നെ പറയുകയാണ്. വർഷ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ അയാളുടെ കയ്യിലും ആട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും വലിയൊരു എക്സൈറ്റ്മെൻറ്റും ഇത് കൊള്ളാലോ, ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ നമുക്കും ഒരു ഇത് തോന്നൂലോ, തൊട്ടടുത്ത് നമ്മുടെ അവർ തന്നെ വന്നു, അതായത് വർഷ പറയുന്നത് പോലെ തന്നെ തോന്നൂലോ. അപ്പം ഈ ഒരു ട്രിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് ശ്രീകാന്തിന്. അങ്ങനെ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നു. ഏതായാലും നമ്മുടെ വർഷ പറഞ്ഞു, താൻ ഏതായാലും കൊള്ളാം, താനൊരു റെസ്റ്റോറൻറ്റ് ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫല്ലേ, തന്നെ ഒരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ വിവാഹം കഴിയുമ്പോഴേ ഭാര്യയുടെ ആ ഒരു പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടി പറ്റിയ സംഭവം തന്നെ ഇത്. ഭാര്യയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തന്നെ പിണക്കമൊക്കെ മാറുമല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഒരു കാര്യം മേഡത്തിൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ, പിണക്കങ്ങളൊക്കെ മാറും എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്തും പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നടോ, അതിന് ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഞാനേ ഒരു കിളവിയൊന്നുമല്ല, എന്നെ ആ സ്ഥാനത്ത് കാണണ്ട, ഞാൻ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലാതെ എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സോറി മേഡം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണെങ്കിൽ പിന്നെ താൻ തൻ്റെ നമ്പർ എനിക്കിങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് എൻ്റെ വീട്ടിലാണെങ്കിലും താൻ കൊണ്ടു തരുമല്ലോ, അവിടെ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉണ്ട് മേഡം, എൻ്റെ നമ്പർ എഴുതിക്കോളാൻ പറഞ്ഞു. നമ്പർ കൊടുത്തു. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരവും നമ്മുടെ വർഷയ്ക്ക് എന്തോ ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ശ്രീകാന്തിനോട് തോന്നുകയാണ്. പക്ഷേ ഈ ശ്രീകാന്ത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അതുമല്ല, ശ്രീകാന്തിനോടുള്ള ദേഷ്യം മാറൂലോ ഇങ്ങനെ പോയാലോ, ഒരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വർഷയ്ക്ക് ശ്രീകാന്തിനോടുള്ള ദേഷ്യം അങ്ങ് മാറും. നേരിട്ട് കണ്ടാലും ശ്രീകാന്തിന് പറയാമല്ലോ, ഞാൻ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നതല്ലേ, അപ്പം പിന്നെ എന്നോട് ഇനി എന്തിനാണ് വിളങ്ങുന്നതെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ആണെങ്കിൽ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ രേവതി അമ്പലത്തിൽ പോവുകയും അപ്പോൾ അവിടെ എന്തോ കന്യക പൂജ അങ്ങാണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വന്നില്ല അവിടെ. അപ്പോൾ അതിന് പകരം നമ്മുടെ രേവതി ആ പെൺകുട്ടിക്ക് പകരം ഞാനിരിക്കാം, കന്യക പൂജ നടത്താൻ ഇരിക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശിയും പാറുക്കുട്ടിയും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകയാണ്. വിവാഹം കഴിഞ്ഞാൽ അപ്പം കന്യക ആയിരിക്കുകയല്ലോ. പക്ഷേ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് രേവതി പോയിരുന്നത്. പക്ഷേ രേവതിക്ക് അപ്പോൾ ആ ഒരു ബുദ്ധി തോന്നിയില്ല, പെട്ടെന്ന് അങ്ങ് പോയി ഇരിക്കുകയും ചെയ്തു. അങ്ങനെ പാറുക്കുട്ടിയമ്മ പറയുകയാണ്, ഇത് കണ്ടോ, ഇതിൽ സംതിങ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നിങ്ങനെ പറയുക. അപ്പോൾ അവിടെ നിന്നോരും പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇവള് കന്യകയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ അവിടെ നിന്ന് വിടുകയാണ്. അപ്പോൾ രേവതി പെട്ടെന്ന് അപ്പോഴാണ് ഓർത്തത്, അയ്യോ എൻ്റെ വിവാഹം കഴിഞ്ഞാണല്ലോ എന്ന്. അങ്ങനെ രേവതി അവിടെ നിന്ന് മാറിപ്പോകുന്നൊരു രംഗവും അതുപോലെ നമ്മുടെ അച്ചമ്മയും പാറൂട്ടിയമ്മയും ഒക്കെ സംസാരിക്കുകയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ ഇവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞിരിക്കണം. ആ ഒരു ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വേണം ഇവിടെ നിന്ന് അവരെ പറഞ്ഞു വിടാൻ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അച്ചമ്മയ്ക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. ഇവർ തമ്മിൽ ഇതുവരെ ഒരു ബന്ധവും ആയിട്ടില്ല, ഇവർ തമ്മിൽ വിവാഹം കഴിച്ച ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലാവുകയും അച്ചമ്മ ഇനി പല പല ഐഡിയാസ് മനസ്സിൽ കണ്ടെത്തുകയാണ്, ഇവരെ എങ്ങനെയെങ്കിലും ഒന്നാക്കണമല്ലോ. അപ്പോൾ ആ ഒരു രംഗവും അതിനോടൊപ്പം തന്നെ അമ്പലത്തിൽ വെച്ച് തന്നെ നമ്മുടെ സച്ചി രേവതിയും ഭയങ്കര മുട്ടം വഴക്കാവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അച്ചമ്മയുടെ സമാധാനം നഷ്ടപ്പെട്ട് അച്ചമ്മ നിൽക്കുന്ന ഒരു അവസ്ഥയും. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും രാവിലെ ഫുൾ വിശേഷം കാണണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.